സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ. കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേരള കോൺഗ്രസ് നേതാവ് പൂഞ്ഞാർ എം.എൽ.എ. നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ ചർച്ചകളായിരുന്നു മാധ്യമങ്ങൾ നടത്തി വന്നത്. അതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെല്ലാവരും കൂടി അപ്പുറത്തേക്ക് പോകാൻ പോകുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് വലിയ ഭിന്നതയാണ്. അതിൽ താങ്കളും മറ്റൊരു എം.എൽ.എയും ഇങ്ങനെ UDF-ലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ആൾക്കാരായി കണ്ടു. മറ്റ് എം.എൽ.എമാർക്ക് LDF-ൽ തന്നെ തുടരണം. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കവടിനിരത്തലായിരുന്നു. ഇന്നിപ്പോൾ ചെയർമാൻ വ്യക്തത വരുത്തിയതോടെ എന്താണ് പറയാനുള്ളത്? ഈ ചർച്ചകളും ഈ അന്തരീക്ഷത്തിൽ പറന്നു നടന്ന ഊഹാപോഹങ്ങളും പ്രചാരണങ്ങളുമൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്. ഇന്ന് പാർട്ടി ചെയർമാൻ അക്കാര്യം വളരെ കൃത്യമായി മീഡിയയോട് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇന്ന് കോൺഗ്രസിൻ്റെ AICC സെക്രട്ടറി KC വേണുഗോപാലും അത് തന്നെ പറയുകയുണ്ടായി, ഏതെങ്കിലും ചർച്ച നടന്നിട്ടില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ, ആരുമായി നടന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വേണ്ടേ റിപ്പോർട്ട് ചെയ്യാൻ. ഞങ്ങളുടെ ഒരു ഫോറത്തിലും ഈ പ്രകാരം ഒരു ചർച്ച നടന്നിട്ടില്ല, അങ്ങനത്തെ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളെ ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം ചില ആളുകളിലൂടെ പുറത്തു വരികയും അത് ചില മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് LDF-നെ ദുർബലപ്പെടുത്താനും ഒക്കെയുള്ള ഗൂഢോദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളൊരു നിലയിലും ഉത്തരവാദിയല്ല. ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം, അതായത് ഈ 12-ാം തീയതി നടന്ന 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക വിവേചനത്തിനെതിരെ നടത്തിയ സമരത്തിലും ഞങ്ങളെല്ലാവരും മുഴുവൻ സമയവും പങ്കെടുത്തതാണ്. അതുപോലെ തന്നെ എല്ലാ ഘട്ടത്തിലും പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് LDF-നോടൊപ്പമാണെന്ന്. ഞങ്ങൾ ആരെങ്കിലും അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു നടപടി, ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഒരു കൂടിക്കാഴ്ച, ഇതൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചർച്ചയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനെ വിരോധാഭാസം എന്നല്ലാതെ എങ്ങനെയാണ് കാണാൻ കഴിയുക? അതുപോലെ തന്നെ അത് UDF-നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ UDF-ന് വേണ്ടി നടത്തുന്ന ഒരു പ്രചാരവേലയുടെ ഭാഗമായിട്ട് ഉള്ളത് എന്ന് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം ഇതിനിടയ്ക്ക് ഭിന്നത എന്നുള്ള നിലയിലും നമ്മൾ UDF-ലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള നിലയിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് എവിടെയെങ്കിലും എടുത്തതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും? എന്തിന്? ഞങ്ങളാരെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും അങ്ങനെ ആരോടെങ്കിലും പങ്കുവെച്ചതായി ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ വെളിപ്പെടുത്താനോ കഴിയുമോ? ഇതൊന്നുമില്ലാതെ വെറുതെ കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതിനുവേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള നിലയിൽ ഒരു ചിത്രീകരണം നടന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇപ്പം എൻ്റെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. കഴിഞ്ഞ ഡിസംബർ 20 ഇങ്ങനെ ഊഹാപോഹങ്ങൾ ചില യൂട്യൂബ് ചാനലിലൊക്കെ അന്ന് ഇങ്ങനെ വന്നു. ഞാൻ അന്ന് തന്നെ ഡിസംബർ 20-ാം തീയതി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്ന ദിവസം വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചാൽ ഇന്നത് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ LDF-നൊപ്പമാണ് എന്ന് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അതൊരു ഫാക്റ്റാണല്ലോ. നമ്മൾ LDF-നൊപ്പമാണല്ലോ, LDF ആണല്ലോ നമ്മളെ MLA ആക്കിയത്, LDF-ന് വേണ്ടിയാണല്ലോ നിലപാടെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും നിയമസഭയിൽ പ്രസംഗിക്കുന്നത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം. അപ്പോൾ അത് തികച്ചും ഒരു ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്കതേക്കുറിച്ച് വളരെ കൃത്യമായും സത്യസന്ധമായും ആധികാരികമായും സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ മറിച്ച്